ഈ ദൈവം അയക്കുന്നിടത്ത് നമ്മൾ പോയാൽ അവിടെ സ്വസ്ഥത ഉണ്ടാകും. ശമൂവേൽ പ്രവചന പുസ്തകം 2-ാമത്തെ പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ അവിടെ പഠിച്ചാൽ ദാവീദിനെ ദൈവം ഹെബ്രോനിലേക്ക് അയക്കുന്നു. ഒത്തിരി അസ്വസ്ഥതയിൽ അലഞ്ഞു നടന്ന ദാവീദ് ദൈവത്തോട് ചോദിച്ച് ദൈവം നൽകിയ നിർദ്ദേശപ്രകാരം ആ സ്ഥലത്ത് പോവുകയാണ് ചെയ്യുന്നത്. എന്നാണ് ഉണ്ടായത്? പിന്നത്തേതിൽ അവൻ സ്വസ്ഥത അനുഭവിച്ചു, സമാധാനം അനുഭവിച്ചു, സന്തോഷം അനുഭവിച്ചു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും പോകേണ്ടുന്നതും ഞാനും നിങ്ങളും ജീവിതയാത്രയിൽ ഓരോന്നും തിരഞ്ഞെടുക്കേണ്ടുന്നതും നമ്മുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടല്ല, പകരം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവം അയക്കുന്നിടത്ത് പോവുക. അതൊരു ജോലിയായിക്കൊള്ള തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു കുടുംബജീവിതത്തിലെ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ, നിന്റെ തൊഴിലിടത്തിൽ നീ ആയിരിക്കുന്ന മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ, ഏത് മേഖലയിലായാലും ദൈവം നിന്നെ അയക്കുന്നിടത്ത് പോയാൽ അതനുസരിച്ചാൽ സ്വസ്ഥത ഉണ്ടാകും. സ്വസ്ഥതയ്ക്ക് ഒരു കുറവും ഉണ്ടാകുകയില്ല. ഇല്ല, സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടാകും. ഇതിൻ്റെ മറുവാക്യം എന്ന ലെവലിൽ സ്വസ്ഥതയുടെ പകരമായ അസ്വസ്ഥത ഉണ്ടാകാം, അസമാധാനം ഉണ്ടാകാം, അസംതൃപ്തി ഉണ്ടാകാം. അപ്പോൾ നമ്മളൊക്കെ അനുഭവിക്കുന്ന പല അസമാധാനത്തിനും അസംതൃപ്തിക്കും അസ്വസ്ഥതകൾക്കുമൊക്കെ പിന്നിൽ നമ്മുടെയൊക്കെ പല ചോയ്സുകളായിരിക്കാം. സോ ഒരു കാര്യം ചെയ്യൂ, ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട്, കർത്താവേ, ഞാനിങ്ങനെ സ്വയമായിട്ടൊക്കെ പല കാര്യങ്ങളും തീരുമാനിക്കുകയും ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നെ തന്നെ സമർപ്പിക്കുന്നു. ദൈവഹിത പ്രകാരമുള്ള ഒരു ശരിയായ തിരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി എന്നെ വിധേയപ്പെടുത്തുന്നു. നയിക്കണമേ, എന്നെ കൺട്രോൾ ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് സമ്പൂർണ്ണമായി വിധേയപ്പെടുത്ത് ദാവീദ് ഹെബ്രോനിലേക്ക് പോയി അനുഗ്രഹിക്കപ്പെട്ടു. നമ്മളും അനുഗ്രഹിക്കപ്പെടാം.